കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 4-ാം സർഗം 24-ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. അപ്പോൾ 23-ലും 24-ലും എന്താ പറഞ്ഞു വെച്ചാൽ, മായയ്ക്ക് 2 രൂപമുണ്ട്. അത് പണ്ട് ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞതാണ്. വിക്ഷേപവും ആവരണവും എന്നാണ് 2 ഈ വിക്ഷേപം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആദ്യം മായെന്നുണ്ടായിട്ടുള്ള ആ മഹത്തത്വം മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാ സ്ഥൂല സൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങളെയും ആ സൂക്ഷ്മ സ്ഥൂല ഭേദത്തോടെ കൂടി നമ്മളെ കാണിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കുകയാണ്. മഹത്തത്വം തൊട്ട് ബ്രഹ്മാവ് വരെയുള്ള സ്ഥൂലമായിട്ടുള്ളതിനെയും സൂക്ഷ്മമായിട്ടതിനെയും, അതായത് ചിലത് സ്ഥൂലാണ് ചിലത് സൂക്ഷ്മമാണ് എന്ന ഭേദത്തോടു കൂടി കൽപ്പിക്കുകയാണ്. അതായത് ഈ ദൃശ്യപ്രപഞ്ചം നമുക്ക് ഉണ്ടെന്ന് തോന്നിക്കണത് തന്നെ ഈ വിക്ഷേപമാണ്. പിന്നെയോ അതായത് ശരിക്കും മായയുടെ വിക്ഷേപ ശക്തി എന്താ വെച്ചാൽ, സ്ഥൂല സൂക്ഷ്മ സ്വരൂപമാണ് ഈ ലോകം, അല്ലേ? കുറേ സൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങളുണ്ട്, കുറേ സ്ഥൂലമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ വിക്ഷേപം എന്താ, മായയുടെ വിക്ഷേപ ശക്തി എന്താ ചെയ്യണറിയോ? സ്ഥൂല സൂക്ഷ്മ സ്വരൂപമായിട്ടുള്ള ഈ ലോകത്തിനെ ജനിപ്പിക്കണത് തന്നെ മായയുടെ വിക്ഷേപ. ശരിക്കില്ല, അത് നമ്മളെ തോന്നിക്കുക ജനിപ്പിച്ചേ. അതാണ് മായ ചെയ്യണത്. ഈ സ്ഥൂല സൂക്ഷ്മ സ്വരൂപമായ ഈ ലോകത്തിന് ജന്മം നൽകണത് തന്നെ മായയാണ്. അതായത് മാജിക് കൊണ്ടുവച്ചാൽ എന്താ അർത്ഥം, മായ കൊണ്ടുവച്ചാൽ എന്താ അർത്ഥം? ശരിക്കില്ലാത്തതാണ്, പക്ഷെ നമുക്ക് തോന്നാന്നല്ലേ അർത്ഥം, അതല്ലേ അർത്ഥം. അപ്പം അതാണ് ഈ വിക്ഷേപശക്തി ചെയ്യണത്. എന്നാൽ പിന്നെ ആവരണം എന്താ ചെയ്യണത്? ആവരണശക്തി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ 2-ാമത്തെ പറഞ്ഞില്ലേ, 2-ാമത്തെ ആവരണശക്തി എന്താ വെച്ചാൽ, ഈ ജ്ഞാനമാകുന്ന ആ സ്വരൂപത്തെ ബുദ്ധിയിൽ നിന്ന് ആവരണം ചെയ്യുക, ബുദ്ധി നിന്ന് മറയ്ക്കണത്. ബുദ്ധിക്ക് ആ ജ്ഞാനമാകുന്ന സ്വരൂപത്തിനെ കാണാൻ സമ്മതിക്കില്ല. ബുദ്ധി കൊണ്ട് കാണാൻ സമ്മതിക്കാത്ത വിധം മായ ആ ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കണം, മായ ബുദ്ധിയിൽ നിന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, എന്താണ് ജ്ഞാനസ്വരൂപം ഇവിടെ ഉണ്ട്, പിന്നെ മായ കണ്ണാടി ആവരണം, പിന്നെ നമ്മൾ. അപ്പം എന്തായി, ഈ ജ്ഞാനമാകുന്ന സ്വരൂപത്തെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മറയ്ക്കുകയാണ് പണി ആവരണത്തിന്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ജ്ഞാനമാകുന്ന സ്വരൂപത്തെ ആവരണം ചെയ്യാണ്. എന്നിട്ട് അതുകൊണ്ടാണ് അത് ആവരണശക്തി പറയണത്. മറ്റത് വിക്ഷേപിക്കുകയാണ്, അതായത് ജനിപ്പിക്കണമെന്നുണ്ട്. അതായത് സ്ഥൂല സൂക്ഷ്മ സ്വരൂപത്തെ നമുക്കുണ്ടെന്ന് തോന്നിക്കുകയാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ ജ്ഞാനസ്വരൂപത്തിനെ ഇങ്ങോട്ട് മറയ്ക്കും. എന്നിട്ട് ആ ജ്ഞാനസ്വരൂപത്തിൻ്റെ സ്ഥാനത്ത് അത് പറയണേ, ഈ അസത്യമായ ലോകത്തെ എങ്ങനെയാ വെച്ചാൽ, മായ ഈ സർവത്ര പരിപൂർണനായിരിക്കുന്ന ആ ആത്മാവിൽ, പരമാത്മാവിൽ എന്ത് ചെയ്യും? മായ ലോകത്തിനെ പ്രദർശിപ്പിക്കുകയാണ്. പരമാത്മാവ് പറഞ്ഞു വെച്ചാൽ ആ ചൈതന്യമാണ്. അതിനെ നമ്മളെ ബുദ്ധി കൊണ്ട് കാണാൻ പറ്റാതെ മറയ്ക്കും, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് അങ്ങോട്ട് മറയ്ക്കും. അത് ആ പരമാത്മ ചൈതന്യത്തിനെ ആവരണം ചെയ്തിട്ട് ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ ഈ ജഡമായ ഈ ദേഹേന്ദ്രിയാദികളെ അങ്ങോട്ട് കാണിച്ചു തരും നമുക്ക്. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ ആത്മാവാണെങ്കിലും, നമ്മൾ പരമാത്മാവാണെങ്കിലും, പരമാത്മാവിനെ ബുദ്ധിയിൽ നിന്ന് മറയ്ക്കണോണ്ട് നമുക്ക് പരമാത്മാവിൻ്റെ സ്ഥാനത്ത് തന്നെ ഈ ദേഹ ഇന്ദ്രിയാദി ജഡവസ്തുക്കളെ അങ്ങോട്ട് കാണിക്കും. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന, ബുദ്ധി കൊണ്ട് കാണാൻ പറ്റുന്ന ഈ ദേഹേന്ദ്രിയ
അടങ്ങുന്ന ആ ശരീരത്തെ അല്ലെങ്കിൽ ദേഹേന്ദ്രിയങ്ങളെ പോലെയുള്ള ഈ ജഡമായിട്ടുള്ള എല്ലാറ്റിനെയും നമുക്കത് സത്യം എന്ന് തോന്നിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ പരമാത്മാവാണ്, അത് സത്യമാണ്. ആ പരമാത്മാവിനെ ആ സത്യമായിട്ടുള്ളതിനെ മറയ്ക്കും. എന്നിട്ട് ആ സത്യത്തിൻ്റെ സ്ഥാനത്ത് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് അങ്ങോട്ട് തോന്നിക്കുകയാണ്. അതാണ് ആവരണം. അതാണ് രണ്ടും കൂടി ചെയ്യണത്. ആവരണം വിക്ഷേപം കൂടിയുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും പരമാത്മാവ് കംപ്ലീറ്റ്ലി നമ്മളെ മറച്ചു. എന്നിട്ട് നമ്മൾ ഈ ദേഹം തന്നെയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കും. അല്ലെങ്കിൽ ദേഹമാണ് സത്യമെന്നും ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം ഒന്നും ചൈതന്യമുള്ളതല്ല, ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് എല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ആ ചൈതന്യം കാണാതെ ഈ ജഡമായിട്ടുള്ള പ്രപഞ്ചവും നമ്മുടെ ജഡമായിട്ടുള്ള ശരീരവും ഇന്ദ്രിയവും ഒക്കെ സത്യമാണെന്ന് വിചാരിക്കുകയാണ്. കാരണം ആ ചൈതന്യത്തിനെ മറച്ചിട്ട് ആ ചൈതന്യത്തിനെ ബുദ്ധിക്ക് കാണാൻ പറ്റില്ല, അത് മറച്ചു. പക്ഷെ ചൈതന്യത്തിൻ്റെ അതേ സ്ഥാനത്ത് ബുദ്ധിക്ക് കാണാൻ തക്കോണം ഈ സ്ഥൂലവും ജഡവുമായിട്ടുള്ള ലോകത്തിനെയും നമ്മളെയും നമ്മുടെ ഈ ദേഹേന്ദ്രിയാദിയെ പ്രതിഷ്ഠിക്കും. അപ്പം നമുക്ക് ശരിക്ക് തോന്നും അതാണ് എന്ന് തോന്നും, ശരിക്കല്ലെങ്കിൽ പോലും. അതാണ് നമ്മളെ മായയ്ക്ക് അതാണ് രണ്ടെണ്ണം ഉണ്ട്. ആവരണം ചെയ്യും, പിന്നെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന അർത്ഥം. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 25. രജ്ജൗ ഭുജംഗവദ് ഭ്രാന്ത്യ വിചാരേ നാസ്തി കിഞ്ചന ശ്രൂയതേ ദൃശ്യതേ യദ്യദ് സ്മര്യത്തെ വാ നരൈ സദാഹ. ഒന്നുകൂടി ഉണ്ടല്ലോ. അസദേവ ഹി തത്സർവം യഥാ സ്വപ്നമനോരഥോ ദേഹ ഏവ ഹി സംസാരവൃക്ഷമൂലം ദൃഢം സ്മൃതം. വലിയ തത്വമാണ്. ഭ്രാന്ത്യ, അതായത് ഈ ഒരു ഭ്രാന്തി നിമിത്തം, വിഭ്രമം എന്നർത്ഥം. വിഭ്രമം കാരണം രജ്ജോ ഭുജംഗവത്, അതായത് കയറിൽ പാമ്പ് എന്ന പോലെ, കയർ കണ്ട് പാമ്പാന്ന് വിചാരിക്കണ പോലെ. വിചാരേ കിഞ്ചന നാസ്തി, വിചാരത്തിൽ ഒന്നുമില്ല. നരൈഹി സദാ യദ് യദ്, നരന്മാരാൽ എപ്പോഴും ഏതൊന്ന്. ശ്രൂയതേ ദൃശ്യതേ സ്മര്യതേവ, കേൾക്കുകയും കാണുകയും ഓർമ്മിക്കുകയും ചെയ്യണോ. തത് സർവം, അതെല്ലാം. സ്വപ്നമനോരഥവും യഥ, സ്വപ്നവും മനോരഥവും പോലെ, നമ്മുടെ മനോരാജ്യം പോലെ. അസദേവഹി, അസത്തു തന്നെ എന്ന് പ്രസിദ്ധം. ദേഹ ഏവ, ദേഹം തന്നെ. ദൃഢം സംസാരവൃക്ഷം മൂലം, ഉറപ്പായ സംസാരവൃക്ഷത്തിൻ്റെ വേര്. എന്താ പറഞ്ഞറിയോ, ഇപ്പോൾ നമ്മൾ കയറാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കണം, അല്ലേ? കയറാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞ നിമിഷം നമുക്ക് പിന്നെ പേടി പോയി. അറിയാത്ത സമയത്ത് അതിനെ പാമ്പിൻ്റെ ഒരു ഛായ തോന്നുകയാണ് നമുക്ക്. അപ്പോൾ പാമ്പാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചം കുറച്ച് കുറവാണ്, ഒരു കയറ് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് പേടിയുള്ള ആൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിക്കും പാമ്പാന്ന് തോന്നാം. അതിൻ്റെ എങ്ങനെയാണ് ആ കയറ് കിടക്കണത്, പാമ്പിനെ പോലെ കിടക്കണം വെച്ചാലൊക്കെ. അപ്പോൾ കയറാണെന്ന് ശരിക്കറിയാത്തതുകൊണ്ടാണ് അത് പാമ്പാണെന്ന് വിചാരിക്കണത്. അതുപോലെ പരമാത്മാവാണ് എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട്, ശരിക്കും പരമാത്മാവിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നറിയാത്തത് കൊണ്ട് ഈ ദേഹേന്ദ്രിയാദികളും ഈ ലോകം തന്നെയും ഉള്ളതാണെന്ന് ധരിക്കുകയാണ്. അതായത് പാമ്പാണെന്ന് നമുക്ക് തോന്നും, അത് കയറാണെന്ന് കയറാണ് വാസ്തവത്തിൽ. പക്ഷേ കയറാണെന്ന് അറിയാത്തിടത്തോളം കാലം അത് പാമ്പാണെന്ന് വിചാരിക്കണ ഒരാൾക്ക് പാമ്പന്നെ തോന്നും. നല്ല വെളിച്ചമൊക്കെ ഉണ്ടെച്ചാൽ നമുക്ക് അറിയാം, അപ്പോൾ നമ്മൾ വിചാരിക്കില്ല. പക്ഷേ പാമ്പാണെന്ന് തോന്നിക്കഴിഞ്ഞു, അത് പിന്നെ കയറാണെന്ന് അറിഞ്ഞിട്ടും ഇല്ല വെച്ചാൽ ശരിക്കും നമ്മളത് വിചാരിക്കുക. അതേപോലെയാണ് പരമാത്മാവാണെന്ന് അറിയണ വരെ ആ പരമാത്മാവാകുന്ന ശരിക്കും പരമാത്മാവ് തന്നെയാണെങ്കിലും അതാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ ദേഹവും ഈ കാണുന്ന ലോകവും ആണ് എന്ന് ധരിക്കുകയാണ്. അപ്പോൾ ഈ അധിഷ്ഠാനം, അതായത് ബേസ് ഉണ്ടല്ലോ, അധിഷ്ഠാനത്തിൻ്റെ പരമാർത്ഥം എന്താന്ന് നമുക്കറിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലെന്ന് ബോധ്യവും.
ആ ബേസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോകം നിൽക്കണമെന്നുള്ളത് ആ ബേസ് അറിഞ്ഞാൽ ഈ ലോകം ഇല്ലാതെ എന്ന് പറയണം. അതായത് കയറാണെന്ന് മനസ്സിലായി ഉടനെ പാമ്പാന്നുള്ള ആ വിചാരം പോയി ഇല്ലേ, അതേപോലെ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മനുഷ്യന്മാർക്ക് എങ്ങനെയാ വെച്ചാൽ എപ്പോഴും എന്താ കേൾക്കണ, കാണണ, ഓർമ്മ വെക്കണ അതൊക്കെ സ്വപ്നത്തിലും മനോരാജ്യത്തിലും കാണപ്പെടണ പോലത്തെ പദാർത്ഥങ്ങളാണെന്ന്, അസത്യമാണെന്ന്. അതായത് നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കണതും പിന്നെ അനുഭവിക്കണതും ഒക്കെ ശരിക്ക് പറയാച്ചാൽ സ്വപ്നത്തിലെങ്ങനെയാണ് നമുക്ക് ശരിക്കും അനുഭവിക്കേണ്ടത് തോന്നൂലോ, അതുപോലെ ഉള്ളൂന്ന്. അതായത് നമ്മൾ പരമാത്മാവാണ് എന്നുള്ള അറിവ് വരുമ്പോൾ ഉണരുമ്പോൾ സ്വപ്നം എങ്ങനെയാണോ അതുപോലെ നമുക്കിത് വെറൊരു സ്വപ്നമായിരുന്നു എന്ന് തോന്നും. അത്ര യഥാർത്ഥമാണെന്ന്. സ്വപ്നത്തിൽ ശരിക്കില്ലല്ലോ, നമുക്കിപ്പോൾ ഒരു നരി കടിക്കാൻ വരേണ്ടതെന്ന് തോന്നും, ശരിക്കുണ്ട തോന്നും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ നരിയൊന്നുമില്ലല്ലോ അവിടെ. അതേപോലെ നമ്മൾ പരമാത്മാവാണെന്ന് എപ്പോൾ നമ്മൾ അറിയണോ അപ്പം നമുക്ക് ഈ കാണുന്ന ലോകം നമ്മുടെ ജഡശരീരം ഒന്നും ഇല്ല എന്ന് ബോധ്യമാവുമെന്ന് പറയാണ്. ശരിക്കും മനോരാജ്യത്തിലും സ്വപ്നത്തിലോ കാണുന്ന പോലെ ഉള്ളൂ നമ്മൾ ഈ കാണുന്നതൊക്കെ. അതായത് അസത്യമാണെന്ന് ഉണരുമ്പോൾ നമുക്കറിയില്ലേ, അതുപോലെയാണ് ഈ അധിഷ്ഠാനമായിട്ടുള്ള ഈ പരമാത്മാവിനെ ആരറിയുന്നുവോ അവർക്ക് ഈ ജഗത്തും നമ്മുടെ ദേഹം ഉൾപ്പെടുന്ന ജഗത്ത് അസത്യമാണെന്ന് അറിയും. ഈ സംസാരമാകുന്ന വൃക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ ശരിക്ക് പറയാച്ചാൽ പിന്നെ അധിഷ്ഠാനം അല്ലെങ്കിൽ വേര്, സംസാരമാകുന്ന ഈ വൃക്ഷത്തിൻ്റെ വേര് ശരിക്ക് പറയാച്ചാൽ ഏതാണ്? അതല്ല, സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ ഈ വേര് പറയണത് നമ്മുടെ ദേഹം തന്നെയാണെന്ന് പറയണേ. മാത്രമല്ല കർമ്മം ചെയ്യാനുള്ള കാരണവും ദേഹമാണ്. എന്നാൽ ദേഹത്തിന് കാരണം കർമ്മമാണ്. ഇതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമാണതേ. കർമ്മം ചെയ്യാനുള്ള കാരണം നമുക്ക് ദേഹം ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ദേഹം എടുത്തതോ കർമ്മഫലം അനുഭവിക്കാനുമാണ്. അപ്പം ദേഹം കാരണം കർമ്മവും കർമ്മം കാരണം ദേഹവും. ഏതുപോലെ വൃക്ഷത്തിന് കാരണം വിത്ത്, വിത്തിന് കാരണം വൃക്ഷം അല്ലേ? വിത്തുന്നേ വൃക്ഷം ഉണ്ടാവുള്ളൂ, വൃക്ഷത്തിനേ വിത്തുണ്ടാവുള്ളൂ. ഇങ്ങനെ ഈ ദേഹത്തിനും കർമ്മത്തിനും തമ്മിലുള്ള ഈ ബന്ധം തന്നെയാണ് സംസാരം എന്ന് പറയുകയാണ്. ഏതുപോലെ വൃക്ഷവും വിത്തും തമ്മിൽ എന്താ ബന്ധം, അതുപോലെയാണ് കർമ്മവും ദേഹവും സംസാരവും എന്ന് പറയണേ. അതുകൊണ്ടാണ് ആ സംസാരത്തെ ഒരു വൃക്ഷമായിട്ടും ദേഹത്തിന് അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക വേരായിട്ടും പറയണത് അതുകൊണ്ടാണ് കേട്ടോ. വിത്തിന് ഇപ്പം നമ്മൾ വിത്തിനെ വറുത്ത് നോക്കൂ, അത് പിന്നെ ഒരിക്കലും മുളയ്ക്കില്ല. അതുപോലെയാണ് നമ്മൾ കർമ്മമാകുന്ന ബീജത്തെ നമ്മൾ ദഹിപ്പിച്ചു ചോട്ടെ, എന്നാൽ പിന്നെ നമുക്ക് ഈ ദേഹത്തിൻ്റെ രൂപത്തിലുള്ള ഈ സംസാരവൃക്ഷം പിന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് വളരെ 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 ഗഹനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു 2 ശ്ലോകത്തിൽ പറയണത്. എത്ര നമുക്ക് മനസ്സിലാവാൻ തക്കോണം ഓൾമോസ്റ്റ് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ മനസ്സിലാവുക പറഞ്ഞു വെച്ചാൽ അനുഭവമാവുക എന്നല്ല, അതെന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ ഒന്നും കൂടി അത് പറയാം. ഒരു കയറ് കണ്ടാൽ നമുക്ക് പാമ്പാണെന്ന് അങ്ങോട്ട് തോന്നിച്ചോട്ടെ, അത് കയറാണെന്ന് അറിയണ വരെ ഒരു ലൈറ്റ് കൊണ്ടുവന്ന് കുറച്ച് വെളിച്ചം കുറഞ്ഞ സ്ഥലത്താണ് അകലെ ഒരു കയറ് കിടക്കേണ്ട പാമ്പാണെന്ന് വിചാരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ. നമ്മൾ അത് ഒരു ലൈറ്റ് കൊണ്ടുവന്ന് ടോർച്ചോ എന്താ വെച്ചാൽ അടിച്ച് അത് കയറാണെന്നെങ്കിലും നമുക്ക് മനസ്സിലായ സമയം നമുക്ക് പാമ്പാണെന്നുള്ള ഭീതിയോ പാമ്പാണെന്നുള്ള വിചാരവും ഒഴിഞ്ഞു പോണ പോലെയാണ് ഈ പരമാത്മാവാകുന്ന ആ അധിഷ്ഠാനം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ദേഹമടക്കമുള്ള ഈ ലോകമൊക്കെ ഉണ്ടെന്ന് തോന്നണത്. കാരണം അതുമ്പിലാണ് ഈ പാമ്പിൽ ആണല്ലോ കയറിൽ ആണല്ലോ നമ്മൾ പാമ്പിനെ കാണുന്നത്. അതുപോലെ പരമാത്മാവിൽ ആണ് നമ്മൾ ലോകത്തിനെ കാണുന്നത്. അപ്പോൾ ഈ അധിഷ്ഠാനമായിട്ടുള്ള ഈ പരമാത്മാവിൻ്റെ പരമാർത്ഥം വിചാരം ചെയ്തറിഞ്ഞാൽ അതല്ലാതെ ഒന്നുമില്ലെന്ന് ബോധ്യവും. സാധാരണ നമ്മളിപ്പോൾ കേൾക്കണതും പിന്നെന്താ പറയുക കാണുന്നതും ഓർമ്മിക്കണതും അനുഭവിക്കണതും ഒക്കെ വെറും സ്വപ്നം പോലെയോ അല്ലെങ്കിൽ മനോരാജ്യം പോലെയോ ഉള്ളൂന്ന്.
ഉണർന്നു കഴിഞ്ഞാലല്ലോ അതായത് അത്ര അസത്യമാണെന്ന് നമുക്കിപ്പോൾ തോന്നണത്. ഈ സ്വപ്നം നമുക്ക് അസത്യമായിരുന്നു എന്ന് ഉണർന്നാൽ ഉടനെ തോന്നുമല്ലോ. അതേപോലെ ഈ അധിഷ്ഠാനമായിട്ടുള്ള ഈ പരമാത്മാവിനെ അറിഞ്ഞ നിമിഷം ഈ ജഗത്ത്, നമ്മുടെ ദേഹവും ഒക്കെ, നമ്മുടെ ദേഹം അടങ്ങുന്ന ഈ ജഗത്ത് മുഴുവൻ അസത്യമാണെന്ന് ബോധ്യവും. പിന്നെന്താ ഇതും കൂടി പറഞ്ഞാൽ വെച്ചാൽ സംസാരം ആകുന്ന ഈ വൃക്ഷത്തിൻ്റെ വേര് നമ്മുടെ ദേഹമാണ്. ഇനി ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയണം. ഈ വേര് നമ്മുടെ ദേഹം പറഞ്ഞു. ഈ ദേഹവും കർമ്മവും തമ്മിലുള്ള ബന്ധവും ഭയങ്കരമാണ്. വൃക്ഷവും വിത്തും പോലെയാണ്. ദേഹം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യും, കർമ്മം ചെയ്യാൻ വേണ്ടി ദേഹം എടുക്കണം. അപ്പോൾ വൃക്ഷവും വിത്തും പോലെയാണ് നമ്മുടെ ഈ ദേഹവും കർമ്മവും. അത് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ, അതായത് ഈ നമ്മൾ ഈ ഒരു വിത്തിനെ ദേഹമാണല്ലോ ഇപ്പോൾ ദേഹത്തിന് കാരണം കർമ്മ എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഈ വിത്തിനെ നമ്മൾ തീയിലിട്ട് വറുത്താൽ പിന്നെ അത് മുളയ്ക്കില്ല. അതുപോലെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കർമ്മത്തിനെ കളഞ്ഞാൽ മതി. കർമ്മം നശിച്ചാൽ പിന്നെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ദേഹം എടുക്കണ്ട. കർമ്മഫലം അനുഭവിക്കാനല്ലേ ദേഹം എടുക്കണേ. അപ്പം ആ കർമ്മം എന്ന ബീജം, അപ്പം ശരിക്കും പറയാച്ചാൽ ദേഹമാണ് ബീജം എന്ന് പറഞ്ഞു വെച്ചാലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിത്ത് കർമ്മമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ കർമ്മമാകുന്ന വിത്തിനെ നമ്മൾ ആത്മജ്ഞാനമാകുന്ന അഗ്നിയിൽ വറക്കണം. പിന്നെ ഒരിക്കലും ആ സംസാര വൃക്ഷം ഉണ്ടാവില്ല. പിന്നെ അതാണ് ഇതിൽ പറഞ്ഞത്. അത് രണ്ട് കാര്യം നമ്മൾക്ക് ഇതിലുണ്ട് കേട്ടോ. ഒന്ന്, പരമാത്മജ്ഞാനം ഉണ്ടായാൽ നമുക്ക് ഈ ജഗത്ത് അസത്യമാണെന്ന് മനസ്സിലാവും. ഏതുപോലെ കയറാണെന്ന് അറിഞ്ഞാൽ പാമ്പല്ല എന്ന് മനസ്സിലാവുന്ന പോലെ എല്ലാറ്റിനും അധിഷ്ഠാനമായിട്ടുള്ള പരമാത്മാവിനെ നമ്മൾ അറിഞ്ഞാൽ, അതായത് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടായാൽ, അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് അനുഭവമായാൽ ആ നിമിഷം നമുക്ക് ഈ ജഗത്ത് അസത്യമെന്ന് മനസ്സിലാവുന്ന ഒന്ന്. പിന്നെ സംസാരവൃക്ഷത്തിൻ്റെ വേരാണ് നമ്മുടെ ദേഹം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞ വെച്ചാൽ ദേഹവും കർമ്മവും, ദേഹം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യും, കർമ്മഫലം അനുഭവിക്കാൻ ദേഹം എടുക്കും. അപ്പോൾ പിന്നെയും നമ്മൾ ഒന്നും കൂടി പോയാൽ നമുക്ക് കർമ്മമാണ് ബീജം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വറുത്ത വിത്ത് ഒരിക്കലും മുളയ്ക്കാത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കർമ്മമാകുന്ന വിത്തിനെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഉപയോഗിച്ച് വറുക്കുക, അല്ലെങ്കിൽ ജ്ഞാനാഗ്നി ദഹിപ്പിക്കുക കർമ്മബീജത്തിന്. എന്നാൽ പിന്നെ സംസാരവൃക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ അറിയോ? കർമ്മഫലം അനുഭവിക്കാൻ പിന്നെ ജന്മം എടുക്കണ്ട, നമ്മൾ ബ്രഹ്മം തന്നെയായി തീരും. ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ അതോടെ രക്ഷപ്പെടും എന്നാണ് അപ്പം ഇതിൽ പറഞ്ഞത് ശ്രീരാമൻ. അപ്പം നമുക്ക് ഇതൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട് പിന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട്. രജ്ജൗ ഭുജംഗവത് ഭ്രാന്ത്യ വിചാരേ നാസ്തി കിഞ്ചന ശ്രൂയതേ ദൃശ്യതേ യദ്യൽ സ്മരത്യേവാ നരൈ സദാ. 25-26 അസദേവ ഹി തത്സർവം യഥാ സ്വപ്നമനോരഥൗ. ശരിക്കും സ്വപ്നം പോലെയുള്ളൂ, അല്ലെങ്കിൽ രാജ്യം പോലെയുള്ളൂ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആൾക്ക് സ്വപ്നം യഥാർത്ഥമല്ല എന്ന് മനസ്സിലാവുമല്ലോ. അതുപോലെ ആത്മജ്ഞാനം ഉദിച്ചാൽ ഈ ജഗത്ത് സത്യമല്ല എന്ന് മനസ്സിലാവും. ദേഹ ഏവഹി സംസാരവൃക്ഷമൂലം ദൃഢം സ്മൃതം. ഒരെണ്ണം കൂടി എന്തായാലും നമുക്ക് ചെയ്യാം കേട്ടോ, ചിലപ്പോൾ 2 ചെയ്യാം. 27 ഒരു വരിയുള്ളൂ. തന്മൂല പുത്രധാരാദിബന്ധ കിം തേ അന്യഥാത്മന. തന്മൂല അതാകുന്ന വേരോട് കൂടിയത്, പുത്രധാരാദിബന്ധ പുത്രൻ ഭാര്യ എന്നിവരോടുള്ള ബന്ധം, അന്യഥ മറ്റു പ്രകാരത്തിൽ തേ അവർ ആത്മനാഹക്കും ആത്മാവിന് എന്തിനായിട്ട്. അതായത് ഭാര്യ പുത്രാദികളോടുള്ള ബന്ധത്തിന് കാരണം അതും ദേഹമാണ്. അപ്പോൾ ഈ ദേഹമല്ല നമ്മളെച്ചാൽ പിന്നെ ഈ പുത്രനും ഭാര്യയെ കൊണ്ടൊക്കെ എന്താ ആവശ്യം? യാതൊരു ആവശ്യമില്ല. ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ്, ദേഹം കൊണ്ടാണ് നമ്മൾ പുത്രനും ഭാര്യ എന്നൊക്കെ, മക്കളെന്നും ഭാര്യ എന്നൊക്കെ ഉള്ള നമുക്ക് ആ ബന്ധം
നമുക്ക് ദേഹാഭിമാനം കൊണ്ട് മാത്രം ഉണ്ടാവണതാണ്. നമ്മൾ ആത്മാവാണ് എന്നങ്ങോട്ട് മനസ്സിലായ പിന്നെ ആത്മാവല്ലാണ്ട് ഒന്നുമില്ല. ആ പുത്രന് ആത്മാവാണ്, ഭാര്യ ആത്മാവാണ്, ബന്ധുക്കൾ ആത്മാവാണ്, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാവും അറിഞ്ഞാൽ. അതാണ് പറഞ്ഞത്. ഈ ഭാര്യാപുത്രാദികളോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയൊക്കെ കാരണം ദേഹാഭിമാനമാണ്. അപ്പോൾ ഈ ദേഹമല്ല ഞാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ദേഹങ്ങളും അവനവൻ്റെ ദേഹവും ഒന്നും സത്യമല്ല എന്ന് പറയും. അതൊന്നും ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവിൽ അധിഷ്ഠിതാണ് മറ്റതൊക്കെ. ആത്മാവ് മാത്രമേ ഉള്ളൂ. മായ കാരണം നമുക്ക് തോന്നുകയാണ് എന്താ ആത്മാവിനെ മറച്ചു, എന്നിട്ട് ആത്മാവിൻ്റെ സ്ഥാനത്ത് ഇതുണ്ടെന്ന് തോന്നിക്കുക മായ അല്ലേ. അപ്പോൾ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മായ തോറ്റു. നമ്മൾ മായയ്ക്ക് അതീതമായി പോയി. പിന്നെ മായയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മായ എത്ര നോക്കിയാലും മറയ്ക്കാൻ പറ്റില്ല. ഈ ഞാൻ, അതായത് വിക്ഷേപം ആവരണം രണ്ടും പറ്റില്ല. ആവരണം ചെയ്യാനേ പറ്റില്ല മായയ്ക്ക്. നമ്മൾ അഹം ബ്രഹ്മാസ്മി നമുക്ക് ബോധ്യമായാൽ നമ്മൾ ജ്ഞാനസ്വരൂപൻ തന്നെ ആയിത്തീർന്നു. പിന്നെ മറയ്ക്കാൻ പറ്റുമോ? ആവരണ ശക്തി ഇല്ല, വിക്ഷേപ ശക്തി ഇല്ല, ഒന്നും നടക്കില്ല. നമ്മൾ മായയ്ക്ക് അതീതായി. അതാണെന്നില്ല പറഞ്ഞ. അങ്ങനെ അഹം ബ്രഹ്മാസ്മി ആയാൽ പിന്നെ പുത്രന്മാരും ഭാര്യമാരും ബന്ധുക്കളൊക്കെ എവിടെ? അവരൊക്കെ ആത്മാവ് തന്നെയാണ്. ദേഹമില്ല, ദേഹാഭിമാനം ആണ് കാരണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ തന്മൂല പുത്രധാരാദിബന്ധ കിം ദേന്യഥാത്മനഃ. ഇനി 28-23 ചെയ്യാം. ദേഹസ്തു സ്ഥൂലഭൂതാനാം പഞ്ചതന്മാത്ര പഞ്ചകം അഹങ്കാരശ്ച ബുദ്ധിശ്ച ഇന്ദ്രിയാണി തഥാ ദശ ചിദാഭാസോ മനശ്ചൈവ മൂലപ്രകൃതിരേവ ച ഏതദ് ക്ഷേത്രമിതി ജ്ഞേയം ദേഹ ഇത്യഭിധീയതേ. ദേഹത്തു ദേഹമാകട്ടെ സ്ഥൂലഭൂതാനാം പഞ്ച, അതായത് സ്ഥൂലഭൂതങ്ങളും പഞ്ചതന്മാത്രകളും അതായത് പിന്നെ എന്താണ് സട്ടിൽ എലിമെൻസും ഗ്രോസ് എലിമെൻസും, തന്മാത്രകളും പഞ്ചഭൂതങ്ങളും, അഹങ്കാര ച ബുദ്ധി അഹങ്കാരവും ബുദ്ധിയും, തഥാ ദശ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളും, ചിദാഭാസ മനാച്ച ചിത്തിൻ്റെ ഒരു ആഭാസ രൂപമായിട്ടുള്ള മനസ്സും, ക്ഷേത്രം എന്നറിയപ്പെടുവാൻ യോഗ്യം ദേഹ ഇതി അഭിധീയത, ദേഹം എന്ന് പറയപ്പെടുന്നു. എന്താണ് ദേഹം എന്ന് പറയുകയാണ്. അതോ സ്ഥൂലദേഹം സൂക്ഷ്മദേഹം, ഇങ്ങനെ 2 തരണ്ട ദേഹം. അതായത് ഗ്രോസ് ബോഡിയും സട്ടിൽ ബോഡിയും. ഈ പഞ്ചമഹാഭൂതങ്ങളും ഈ തന്മാത്രകളും പഞ്ചഭൂതങ്ങളുമാണ് നമ്മളെ ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മളെ ഈ സ്ഥൂലദേഹം ഉണ്ടാക്കണത്. പഞ്ചഭൂതങ്ങളെ ഏത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ഈ ഗ്രോസ് ബോഡി, സ്ഥൂലദേഹം. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് മാത്രം നിർമ്മിതമാണ് നമ്മുടെ സ്ഥൂലദേഹം കേട്ടോ. പിന്നെ ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളാണല്ലോ തന്മാത്ര. അതിൻ്റെയൊക്കെ തന്മാത്ര, അതായത് ആകാശത്തിൻ്റെ ശബ്ദം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആകാശത്തിൻ്റെ തന്മാത്ര ശബ്ദം അല്ലെങ്കിൽ സട്ടിൽ എലിമെൻ്റ്, വായുവിൻ്റെ സ്പർശം, അഗ്നിയുടെ രൂപം, ജലത്തിൻ്റെ രസം അല്ലെങ്കിൽ ടേസ്റ്റ്, ഭൂമിയുടെ ഗന്ധം അല്ലേ. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം എന്ന് പറയുന്ന ആ പഞ്ചതന്മാത്രകളും അല്ലെങ്കിൽ സട്ടിൽ എലിമെൻസും, പിന്നെ അത് 5, പിന്നെ അഹങ്കാരം, ബുദ്ധി, പിന്നെയോ പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും, പിന്നെ മനസ്സും കൂടി ചേർന്ന 18 കൂടിയതാണ് ആ സൂക്ഷ്മദേഹം എന്ന്. സ്ഥൂലദേഹം എളുപ്പം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥൂലദേഹത്തിൽ. സൂക്ഷ്മദേഹത്തിൽ എന്താ വെച്ചാൽ ഈ 5 തന്മാത്രകളും 5 ആയില്ലേ, പിന്നെ അഹങ്കാരം, ബുദ്ധി, അപ്പോൾ 7 പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, അപ്പോൾ 17 അല്ലേ. പിന്നെ മനസ്സ്, അപ്പം 18. അപ്പോൾ സൂക്ഷ്മദേഹത്തിൽ എന്തൊക്കെയുള്ളതാണ് അപ്പോൾ ഈ എന്താണ് നമുക്കധികം ധരിക്കാനുള്ളത്? ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ശ്രീരാമൻ. സ്ഥൂലദേഹം എളുപ്പമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ സൂക്ഷ്മ ശരീരം എന്തുകൊണ്ടാ?
ഈ 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധം എന്നുള്ള 5 തന്മാത്രകൾ, പിന്നെ അഹങ്കാരം, ബുദ്ധി, പിന്നെ അപ്പോൾ 5 2 7, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 പിന്നെ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ 10ഉം 7ഉം 17 പിന്നെ മനസ്സും. ഇത് ചേർന്നാൽ 18 കൂടിയതാണ് സൂക്ഷ്മദേഹം. അപ്പോൾ ഈ ഈശ്വരൻ തന്നെ ശരീരമായിട്ടുള്ള ആ മൂലപ്രകൃതി ആണ്, അതായത് ഈ മൂലപ്രകൃതിയാണ് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ ഒക്കെ കാരണം. മായ കാരണമാണ് ഈ രണ്ടും ഉണ്ടാവണതേ. അതാണ് മൂലപ്രകൃതി പറഞ്ഞാൽ മായ കാരണമാണ് ഈ 2 സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ടാവണത്. ഇതെല്ലാം കൂടിച്ചേർന്നതിന് ആയതുകൊണ്ടാണ് അത്ര ഇതിന് ക്ഷേത്രം എന്നോ ദേഹം എന്നോ പറയണത്. ഈ സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതും കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ദേഹം എന്നോ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയും. ക്ഷേത്രജ്ഞൻ, അതിൻ്റെ ആത്മാവിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഉള്ളിലത്തെ പരമാത്മാവിനെ, ഉള്ളിലത്തെ ചൈതന്യമായ പരമാത്മാവ് ക്ഷേത്രജ്ഞനും നമ്മുടെ ഇത് ക്ഷേത്രവും ദേഹത്തിന്. അപ്പം ഈ 18 പിന്നെ എന്താണ് കാര്യങ്ങളുള്ള സൂക്ഷ്മ ശരീരവും സൂക്ഷ്മദേഹവും വെറും 5 എണ്ണമുള്ള സ്ഥൂല ശരീരവും കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ദേഹം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ശരിക്കും ദേഹം എന്ന് പറയണത്. പുറത്ത് കാണുന്ന ഈ സ്ഥൂലം മാത്രമല്ല, നമ്മൾ അകത്തുള്ളതിനും കൂടിയാണ് നമ്മൾ ദേഹം എന്ന് പറയണത് കേട്ടോ. അതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയണത്. അപ്പം നമ്മൾ ശരിക്കും പറയാ ഈ 2 ശ്ലോകത്തിൽ എന്താണ് സൂക്ഷ്മ ശരീരം, എന്താണ് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അതൊന്നും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ 28ഉം 29ഉം വായിച്ച് സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ വിവരണത്തോടു കൂടി നിർത്താം. ദേഹസ്തു സ്ഥൂലഭൂതാനാം പഞ്ചതന്മാത്ര പഞ്ചകം അഹങ്കാരശ്ച ബുദ്ധിശ്ച ഇന്ദ്രിയാണി തഥാ ദശ. അവിടെ 17 കഴിഞ്ഞു. ചിദാഭാസോ മനശ്ചൈവ മൂലപ്രകൃതിരേവച. ഇതൊക്കെ മൂലപ്രകൃതിയായിട്ടുള്ള മായെന്ന് വന്നതാണ്. ഏതത് ക്ഷേത്രമിതി ജ്ഞേയം, ഇതിനെയാണ് ക്ഷേത്രം എന്ന് പറയണ. ദേഹ ഇത്യഭിധീയതേ, ദേഹം എന്നും പറയുന്നു എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.